പുനരുത്ഥാന ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് മുട്ടകളെയും മുയലുകളെയും കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ഈസ്റ്ററിന്റെ പ്രതീകങ്ങളായ മുട്ടകളും മുയലുകളും യഥാർത്ഥത്തിൽ ബൈബിൾ ഫലമാണോ? അല്ല. കത്തോലിക്ക സഭയിലും മറ്റു സഭകളിലും കാണുന്ന പുഴുങ്ങിയ മുട്ടകളും മുയലുകളും ഉപയോഗിച്ചുള്ള മതപരമായ ചടങ്ങുകൾ ക്രിസ്തുമതത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. അങ്ങനെയെങ്കിൽ പുഴുങ്ങിയ മുട്ടകളും മുയലുകളും എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? അതിന്റെ രഹസ്യം ഈസ്റ്റർ എന്ന പേരിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈസ്റ്റർ എന്ന പദം ക്രിസ്തുമതത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. പുരാതന സാക്സൺ ജനതയുടെ ദേവതയായിരുന്ന ഇയോസ്ട്രയുടെ പേരിലാണ് ഈസ്റ്റർ അറിയപ്പെടുന്നത്. ഈസ്റ്റർ ദേവതയെ ഓരോ പ്രദേശത്തും ജനതയും അവരുടെ ഭാഷയ്ക്കനുസരിച്ച് വ്യത്യസ്ത പേരുകളിൽ വിളിച്ചിരുന്നു. അവളുടെ പേരിന്റെ എബ്രായ രൂപമായ അഷ്തോരത്ത്. അതിനാൽ ഈസ്റ്റർ ബൈബിളിൽ കാണപ്പെടുന്നു, ദൈവം കുറ്റം വിധിക്കുന്ന പുറജാതീയ മതത്തിന്റെ ഭാഗമായി. ഇന്ന് ഈസ്റ്ററിന്റെ പ്രതീകങ്ങളായി ഉപയോഗിക്കുന്ന മുട്ടകളും മുയലുകളും ഈസ്റ്റർ ദേവിയുടെ ആരാധനയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ബാബിലോണിയരുടെ ഒരു നിഗൂഢമായ മുട്ട സ്വർഗത്തിൽ നിന്ന് യൂഫ്രട്ടീസ് നദിയിൽ വീണു എന്ന് പുരാജാതീയ പുരാണങ്ങൾ പറയുന്നു. മത്സ്യം അതിനെ കരയിലേക്ക് തള്ളിയിട്ടപ്പോൾ അത് വിരിയുകയും അതിൽ നിന്ന് അസ്റ്റാർട്ട്, ഈസ്റ്റർ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ മുട്ട അസ്റ്റാർട്ടയുടെയോ ഈസ്റ്ററിന്റെയോ പ്രതീകമായി മാറി. കൂടാതെ ഫലഭൂയിഷ്ഠതയുടെ പ്രതീകമായ മുയൽ ഫലഭൂയിഷ്ഠതയ്ക്കായി അപേക്ഷിക്കുന്ന ഒരു വസന്തകാല ഉത്സവമായ ഈസ്റ്ററിന്റെ പ്രതീകമായിരുന്നു. ചുരുക്കത്തിൽ മുട്ടകളും മുയലുകളും ഉപയോഗിച്ച് ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഈസ്റ്റർ ദേവിയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഈസ്റ്റർ ആരാധനയിൽ ദൈവജനം പങ്കുചേർന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും? അവർ അവനെ ഉപേക്ഷിച്ച് ബാലിനെയും അഷ്തോരത്തിനെയും സേവിച്ചതുകൊണ്ട് ഇസ്രായേലിനോടുള്ള അവിടുത്തെ കോപത്തിൽ യഹോവ അവരെ തോൽപ്പിക്കേണ്ടതിന് അവർക്ക് വിരോധമായിരുന്നു. അവർ വലിയ കഷ്ടത്തിലായി. ഈസ്റ്ററിനെ ആരാധിച്ചപ്പോൾ ഇസ്രായേലിയർക്ക് കഠിനമായ വിപത്തുകൾ നേരിടേണ്ടി വന്നു. ഇന്നും ഈസ്റ്ററിനെ ആരാധിച്ചാൽ നമുക്ക് വിപത്തുകൾ ലഭിക്കും. അങ്ങനെയെങ്കിൽ ബൈബിൾ അനുസരിച്ച് പുനരുത്ഥാന ദിനം എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ യേശു ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവർക്ക് അവിടത്തെ തിരിച്ചറിയാനായില്ല. എന്നാൽ പുനരുത്ഥാന ദിനത്തിനെ അപ്പം ഭക്ഷിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനാൽ യേശുവിന്റെ ഉപദേശമനുസരിച്ച് പുനരുത്ഥാന ദിനത്തിൽ അപ്പം ഭക്ഷിക്കുന്ന നിയമം ശിഷ്യന്മാർ ആചരിച്ചു. ബൈബിൾ അനുസരിച്ച് പുനരുത്ഥാന ദിനത്തിൽ നാം അപ്പം മുറിക്കേണ്ടതാകുന്നു. എന്നാൽ ആളുകൾ മുട്ട കഴിക്കുന്ന ഈസ്റ്റർ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു നിയമമാണ്. യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും മാതൃക പിന്തുടർന്ന് പുനരുത്ഥാന ദിനം ആചരിക്കുന്നതിലൂടെ ജീവന്റെ പുനരുത്ഥാനം എന്ന അനുഗ്രഹം പ്രാപിക്കുവിൻ.